ഇന്ന് UAE-യിലെ ഖുർആൻ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ റമദാനിന് തൊട്ട് മുമ്പുള്ളൊരു വീക്കെൻഡിലാണ് നമ്മൾ ഈ ഒരു ഖുറാനിക് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഈവനിങ്ങിലാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല സൺസെറ്റിൻ്റെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അൽഖവനേജ് എന്ന ഏരിയയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തി. വേൾഡിലെ തന്നെ ഫസ്റ്റ് ഖുറാൻ ഇൻസ്പയർഡ് പാർക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു ഖുറാനിക് പാർക്ക് എന്ന് പറയുന്നത്. ഹോളി ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല ചെടികളും മരങ്ങളും എല്ലാം നട്ടു വളർത്തിയിരിക്കുന്ന ഒരു പാർക്കാണിത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിലേക്കുള്ള എൻട്രൻസ് ഫീ ഒക്കെ ഫ്രീ ആണ്. ഇതിനകത്തുള്ള അട്രാക്ഷൻസ് ആയിട്ടുള്ള ഗ്ലാസ് ഹൗസിലേക്കും മിറാക്കിൾ കേവിലേക്കും ഫീ ഉണ്ട്. അത് 5 ദിർഹംസ് പെർ ഹെഡ് എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അതിന് 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അത് ഫ്രീയുമാണ്. നമ്മളങ്ങനെ മിറാക്കിൾ കേവിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. കയറുന്ന ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഈ ഒരു കേവിൻ്റെ റൂട്ട് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്കിലേക്ക് കയറുമ്പോഴും അവിടെ ഒരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാർക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എവിടേക്കാണ് ഉള്ളതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കേവിൻ്റെ ഫ്രണ്ട് സൈഡിൽ കേവിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ കേവാണ് ഇത്. ഹോളി ഖുറാനിൽ പരാമർശിച്ചിട്ടുള്ള 7 മിറാക്കിൾസ് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോ മിറാക്കിൾസിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആനിമേറ്റഡ് ക്ലിപ്സാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഓരോ സ്റ്റോറിയും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓരോ പ്രവാചകന്മാരുടെ പേരും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അത്ഭുത സിദ്ധികളും ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ ഹെഡ്സെറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഓരോ സ്റ്റോറിയും കേൾക്കാൻ പറ്റും. ഇത് ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് കേൾക്കാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല രസകരമായിട്ടാണ് ഓരോ സ്റ്റോറിയും ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞങ്ങൾ കയറിയ സമയത്ത് ഒരുപാട് കുട്ടികളുള്ളത് കാരണം അവർ ഓടിക്കളിക്കുന്നതൊക്കെ തിരക്ക് കാരണം നമുക്ക് ഒരുപാട് സ്റ്റോറി ശരിക്കും അങ്ങ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ പാരൻസ് അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി കേൾക്കാനായിട്ടൊക്കെ വരുന്ന ഒരുപാട് നോൺ മുസ്ലിംസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓരോ സ്റ്റോറിയും കണ്ട് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചന്ദ്രനെ പുലർത്തിയ സംഭവമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നതും. നമ്മളിത് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു കേവ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒരുപാട് നീളത്തിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലേക്ക് കാണാം. ആ ലേക്കിൻ്റെ നടുവിലൂടെ ആളുകൾ ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുക. ദ ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ നടുവിലായി ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഖുറാനിലെ പ്രധാന സംഭവത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു ലേക്ക് മൂസാ നബി അലൈഹി സ്വലമ കടലിൽ വടികൊണ്ട് അടിച്ചപ്പോൾ കടൽ പിളർന്നതിനെയാണ് ഈ ഒരു ലേക്ക് സൂചിപ്പിക്കുന്നത്. ലേക്കിൻ്റെ നടുവിലൂടെയായിട്ട് ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ആ ലേക്ക് ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ വീഴുന്നതായിട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല ഭംഗിയുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ. ഇതിലൂടെ നടന്ന് നീങ്ങി നമ്മൾ മറുകരയിൽ എത്തുകയാണ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മളുടെ ഗ്ലാസ് ഹൗസ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു പാർക്കിൻ്റെ പലയിടത്തായിട്ട് സ്നാക്ക് ആൻഡ് ഡ്രിങ്ക്സ് കിട്ടുന്ന ഷോപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ മാപ്പും ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഖുറാനിലും ഹദീസിലും പറയുന്ന ഏകദേശം 51ഓളം ചെടികളും മരങ്ങളുമാണ് ഇവിടെ ഈ ഒരു പാർക്കിനകത്ത് നട്ടു വളർത്തിയിട്ടുള്ളത്. അതിൽ 29 ഐറ്റം ചെടികൾ ഈ ഒരു ഗ്ലാസ് ഹൗസിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം ആണെന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തൊരു കഫേയും പിന്നെ റെസ്റ്റ് റൂമും ഒക്കെ ഉണ്ട്. അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ ചെടിയും നട്ടു വളർത്തി അതിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് തന്നെ ആ ഒരു ചെടിയുടെ പേരും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലെ പലതും ഇവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൺട്രോൾഡ് എൻവയോൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ഇതിനകത്ത് വെൻറ്റിലേഷനും ലൈറ്റിങ്ങും എല്ലാം ഈ ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേവറബിൾ കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെടികൾക്കുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ മിസ്റ്റിംഗ് സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് സാഫ്രോൺ ആണ്. അത് കഴിഞ്ഞ് ഒലീവ്,
സാഫ്രോണൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒലിവിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഗ്ലാസ് ഹൗസിൻ്റെ മിഡിലൂടെയാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൂടെ കയറി നടന്നാൽ കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഫോട്ടോസും എടുക്കാം. ഇതിനകത്ത് ചെറിയ ഫൗണ്ടെയിനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഏരിയാസും ഉണ്ട്. ഇതിൻ്റെ നടുവിലായിട്ടുള്ള മരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് അതിൻ്റെ ആ ഒരു തൂണൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളതും. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വാളായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര ആയിരുന്നാലും ഒക്കെ ഗ്ലാസ്സാണ്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിലും ഹദീസിലും പ്രതിപാദിച്ചിട്ടുള്ള ചെടികളും പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് മസ്റ്റാർഡിൻ്റെ ചെടിയാണ്. ചിലതൊക്കെ നല്ല പച്ചപ്പോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട്, ചിലത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, ചിലത് വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മുടെ വാഴയുടെ തൈകളാണ്. അപ്പം വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞ് നെക്സ്റ്റ് വെച്ചതായിരിക്കാം. അങ്ങനെ ഓരോ ചെറിയ ഭാഗങ്ങളിലായിട്ടും ഓരോ പ്ലാന്റ്സ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ഹൗസിനകത്ത് കോഫി ഷോപ്പും അതുപോലെ തന്നെ പ്രെയർ ചെയ്യാനുള്ള ഏരിയ, വാഷ്റൂം എല്ലാം സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഹൗസിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഖുറാനിക് പാർക്കിനകത്ത് ഇതുപോലെ വാക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ സൈക്ലിങ്ങിനുള്ള ഏരിയ, പിന്നെ അതുപോലെ കോഫി ഷോപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുഡും കാര്യങ്ങളും ഐസ്ക്രീമൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളും ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കും കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് പുറത്ത് ഒരു പുല്ലിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഒരുപാട് കുട്ടികൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലേ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലേ ഏരിയ തന്നെയാണ്. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കുട്ടികളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ തിരിച്ചു പോയാൽ മതി. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിനകത്ത് നിന്ന് പുറത്ത് കിടന്ന് പ്ലേ ഏരിയയിലൊക്കെ പോയി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് മടങ്ങിയത്. ഇതിൻ്റെ ചുറ്റിനും മുഴുവനായിട്ടും ഈ കാണുന്ന കംപ്ലീറ്റ് മരങ്ങളും നമ്മൾ ഖുറാനിൽ കാണുന്ന ഓരോ മരങ്ങൾ തന്നെയാണ് കേട്ടോ. വലിയ തോട്ടങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് ചുറ്റിനും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്